വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ഉണ്ടോ നോക്കട്ടെ. തേർഡ് മൊഡ്യൂളിൽ തേർഡ് മൊഡ്യൂളിൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് വരുന്നതാണ് റിക്കർഷൻ. ഇതുപോലെ ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് റിക്കർഷൻ. ഓക്കെ, അല്ലെങ്കിൽ റിക്കേഴ്സീവ് ഫംഗ്ഷൻ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. റിക്കർഷനിൽ തന്നെയാണ് ഒരു ഫാക്ടോറിയലിന്റെ ഫംഗ്ഷനാണ് നമ്മൾ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ റിക്കർഷനും ഫാക്ടോറിയൽ അതിൽ വരും. പിന്നെ കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് വീണ്ടും ചോദിക്കുന്നുണ്ട്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്സ്, അതായത് ഫംഗ്ഷന്റെ ഡെഫിനിഷനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്റ്റോറേജ് ക്ലാസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. റിക്കർഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പ്രൈം നമ്പറിന്റെ പ്രോഗ്രാം നിങ്ങൾ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് എന്തായാലും ഒന്ന് പഠിച്ചോളൂ. വാട്ട് ഈസ് റിക്കർഷൻ, ഫാക്ടോറിയൽ ഓഫ് എൻ ഗിവൺ നമ്പർ യൂസിങ് റിക്കർഷൻ ആണ് നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ. ഇനി എനിക്ക് തോന്നുന്നു റിക്കർഷൻ കഴിഞ്ഞു തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഇത്രയും പറഞ്ഞത് നിങ്ങൾ ബാക്കിയുള്ളതും പഠിക്കുക. പക്ഷേ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ തീർക്കുക. അത് കഴിഞ്ഞിട്ട് മറ്റേത് പഠിക്കാൻ പോയാൽ മതി. സ്റ്റോറേജ് ക്ലാസ് എന്തായാലും പഠിക്കണം. ഈ റിക്കർഷനും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ മൊഡ്യൂൾ കഴിയും. ഈ സ്റ്റോറേജ് ക്ലാസ്സസിന്റെ കഴിഞ്ഞു. സ്റ്റോറേജ് ക്ലാസ്സിലാണെങ്കിൽ ഇപ്പൊ കംപ്ലീറ്റ് പോയിന്റ്സ് എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന പോയിന്റ്സ് എങ്കിലും എഴുതാം. റിക്കർഷൻ കഴിഞ്ഞാൽ നമുക്ക് തേർഡ് മൊഡ്യൂൾ നിർത്താം. പിന്നെ ഫോർത്ത് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയാം. തേർഡ് മൊഡ്യൂൾ ഇതുപോലെ ഷോർട്ട് മൊഡ്യൂളാണ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിക്കാനുള്ളൂ. ഓക്കെ, പിന്നെ ഫംഗ്ഷന്റെ ഡിക്ലറേഷനും ഉണ്ട് കേട്ടോ. ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഡിക്ലറേഷന് പ്രോട്ടോടൈപ്പ് എന്ന് പറയുമ്പോൾ ഡിക്ലറേഷനും കൂടി നമുക്ക് എഴുതാൻ പറ്റും. ഡെഫിനിഷൻ മാത്രമല്ല ഡിക്ലറേഷൻ എഴുതാം. ഡിക്ലറേഷൻ എത്രയ്ക്കുള്ളൂ, ഡെഫിനിഷന്റെ തന്നെ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷന്റെ പേര്, പാരാമീറ്റർ ലിസ്റ്റ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ എഴുതാം. പിന്നെ ഒരു എക്സാമ്പിൾ കൊടുക്കാം. എപ്പോഴും തിയറി എഴുതാണെങ്കിലും ഒരു പ്രോഗ്രാം പോലത്തെ ഒരു എക്സാമ്പിൾ കൊടുക്കാനായിട്ട് നോക്കാം. ഓക്കെ, നമുക്കിവിടെ റിക്കർഷൻ ആണ് പറഞ്ഞല്ലേ. റിക്കർഷൻ ഞാൻ ഏതിലാണ് നോക്കട്ടെ. റിക്കർഷൻ പാർട്ട് 3 സോറി, മൊഡ്യൂൾ 2 അല്ല, മൊഡ്യൂൾ 3 പാർട്ട് 1ഉം പാർട്ട് 2. 1 സെക്കൻഡ്, പാർട്ട് 1 ഫംഗ്ഷൻ, റിക്കേഴ്സീവ് ഫംഗ്ഷൻ. റിക്കർഷനും നമ്മൾ മനസ്സിലാക്കുക, പിന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക. റിക്കർഷന്റെ ഒരു പ്രോഗ്രാമിംഗ് എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. റിക്കർഷൻ ഇതാണ്. റിക്കർഷൻ, ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് റിക്കർഷൻ. അപ്പൊ അത് തന്നെ റിക്കർഷൻ എന്താന്ന് നമ്മൾ പറയണം. അതായത് ഒരു ഫംഗ്ഷൻ, ഓക്കെ, ഒരു ഫംഗ്ഷൻ ഇപ്പൊ നമ്മൾ ആഡ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കും. ഇൻഡ് ആഡ്, എക്സാമ്പിൾ ഞാൻ പറയുന്നതാണ്. എ ഇൻഡെക്സ് ഇൻറ്റു വൈ. ഇങ്ങനെയാണ് ഞാൻ ഫംഗ്ഷൻ ഇവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മെയിൻ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് പ്രോഗ്രാം എഴുതണില്ല, മെയിൻ കഴിഞ്ഞിട്ട് ഞാനിവിടെ ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ റിട്ടേൺ സെഡ് എന്നാണ് ഞാൻ കൊടുക്കുന്നത്. റിട്ടേൺ സെഡ്. ഇങ്ങനെ ഒരു ആഡ്, ഈ ഫംഗ്ഷനകത്ത് ഇതൊരു ഫംഗ്ഷനാണ്, ഫംഗ്ഷന്റെ ഡെഫിനിഷനാണ്. ഈ ഫംഗ്ഷന്റെ ഡെഫിനിഷനകത്ത് സാധാരണ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന എവിടെയാണ്, മെയിനിലാണ് ഫംഗ്ഷൻ കോൾ ഉണ്ടാവുക. അതിന് പകരം ഞാൻ ഫംഗ്ഷന്റെ ഡെഫിനിഷനകത്ത് അതിനെ തന്നെ കോൾ ചെയ്യാം. സെയിം ഫംഗ്ഷനെ തന്നെ ഞാൻ കോൾ ചെയ്യാണ്. ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ അതിനെ തന്നെ കോൾ ചെയ്താൽ അതിനെ പറയുന്നതാണ് റിക്കർഷൻ. ഒരു ഫംഗ്ഷനകത്ത് ഇപ്പൊ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷന്റെ ഡെഫിനിഷനകത്ത് ഈ ഫാക്ടോറിയലിനെ കോൾ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് എ ഫംഗ്ഷൻ കോൾസ് ഇറ്റ് സെൽഫ്. ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ സ്വയം കോൾ ചെയ്യുന്നതിനെ പറയുന്നതാണ് റിക്കർഷൻ. ആ ഒരു പ്രോസസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദ പ്രോസസ് ഇൻ വിച്ച് എ ഫംഗ്ഷൻ കോൾസ് ഇറ്റ് സെൽഫ് directly or indirectly is called recursion, and the corresponding function is called as recursive function. യൂസിങ് റിക്കേഴ്സീവ്, ചില പ്രോബ്ലംസിനെ റിക്കേഴ്സീവ് ഫംഗ്ഷൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അത്രയ്ക്ക് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ എക്സാമ്പിൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് പ്രോഗ്രാമിംഗ് എക്സാമ്പിൾ. ഇവിടെ ആ ഫംഗ്ഷൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് റിക്കർഷൻ ഉപയോഗിച്ചിട്ട്. അപ്പൊ നോർമലി നമുക്കറിയാം 1 തുടങ്ങി 2 3 ഇങ്ങനെ ഇൻറ്റു ചെയ്ത് എൻ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n വരെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിന് നമുക്ക് എൻ ഫാക്ടോറിയൽ നമുക്ക് വേറൊരു സംഭവം പഠിച്ചിട്ടുണ്ട്. എൻ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, n ഇൻറ്റു n-1 ഫാക്ടോറിയൽ. അങ്ങനെ നമുക്ക് പറയാം. അതായത് n ഫാക്ടോറിയൽ ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ്, n ഇൻറ്റു n-1 ഫാക്ടോറിയൽ. അഗെയിൻ റിക്കർഷൻ ആണത്. അതായത് n-ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-1ന്റെ ഫാക്ടോറിയൽ കണ്ടിട്ട് അതിനെ എന്നോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇത് മസ്റ്റ് ആയിട്ട് പഠിക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ്.
ഫാക്ടോറിയലിന്റെ ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് റിക്കർഷൻ അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് ചോദിക്കാം, എക്സ്പ്ലെയിൻ റിക്കർഷൻ വിത്ത് ആൻ എക്സാമ്പിൾ അങ്ങനെയും ചോദിക്കാം. ഏത് തരത്തിൽ ചോദിച്ചാലും ഈ ഫാക്ടോറിയലിന്റെ യൂസിങ് റിക്കർഷൻ, റിക്കർസീവ് ആയിട്ടുള്ള ഈ പ്രോഗ്രാം എഴുതാൻ ഉറപ്പായിട്ട് പഠിച്ചിരിക്കണം. ആദ്യം മനസ്സിലാക്കുക, പിന്നെ ബൈ ഹാർട്ട് ഇത് പഠിക്കുക, ഉറപ്പായിട്ട് പഠിക്കുക. അപ്പൊ ആദ്യം നമ്മൾ ഈ ഹാഷ് ഇൻക്ലൂഡ് എഴുതി, യൂസിങ് നെയിം സ്പേസ് std എഴുതി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫാക്ടോറിയൽ കാണാൻ റിക്കർഷൻ എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് എഴുതണം, ഫംഗ്ഷന്റെ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ നമ്മൾ എഴുതണം. ഓക്കെ, അപ്പൊ ആ 3 കാര്യങ്ങൾ എഴുതാന്ന് പറയുമ്പോൾ നമുക്കിവിടെ എന്തൊക്കെ എഴുതണം, ആദ്യം തന്നെ ഹാഷ് ഇൻക്ലൂഡും യൂസിങ് നെയിം സ്പേസും കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുതേണ്ടത് ഫംഗ്ഷന്റെ ഡിക്ലറേഷൻ ആണ്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ഇപ്പൊ ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ ഫാക്ടോറിയൽ, ഇപ്പൊ 5 ഫാക്ടോറിയൽ എന്താണ്, ഫോർ എക്സാമ്പിൾ 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 120. ഫാക്ടോറിയൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഇന്റിജർ നമ്പർ ആണ്. അപ്പൊ എനിക്കൊരു ഇന്റിജർ നമ്പറിനെയാണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് റിട്ടേൺ ടൈപ്പ് ആണ് ആദ്യം എഴുതുക, ഇൻഡ് കൊടുത്തു. പിന്നെ ഫംഗ്ഷന്റെ പേര് ഞാൻ ഫാക്ടോറിയൽ എന്ന് പേര് കൊടുത്തു. പിന്നെ ഇവിടെ എന്ത് കൊടുക്കണം, ഫോർമൽ ആർഗ്യുമെന്റ് കൊടുക്കും. ഇവിടെ ഇൻഡ് ഡാറ്റ ടൈപ്പ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ പഠിച്ചൊരു മെത്തേഡില് ഇൻഡ് എൻ ഡാറ്റ ടൈപ്പ് കഴിഞ്ഞ ഒരു വേരിയബിളിന്റെ പേരും കൂടി കൊടുക്കുകയാണ് എപ്പോഴും നല്ലത്, ഇൻഡ് എൻ. അപ്പോൾ ഇവിടെ ഇൻഡ് ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. ഇൻഡ് എൻ കൂടി വേണമെങ്കിൽ കൊടുക്കാം. എന്നിന്റെ ഫാക്ടോറിയൽ നമുക്ക് കാണുന്നത്. ഈ മെയിൻ പ്രോഗ്രാം നമ്മൾ കൊടുത്തു. ഇപ്പൊ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. മെയിനിലാണ് എന്ത് ചെയ്യേണ്ടത്, ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ടത്. ഫംഗ്ഷൻ കോൾ മെയിനിലാണ്. അതായത് ഇപ്പൊ മെയിൽ എന്താണ്, ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ കാണാം. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യാൻ, നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. എൻ്റർ ദ നമ്പർ ടു ഫൈൻഡ് ഫാക്ടോറിയൽ. ഓക്കെ, അത് കഴിഞ്ഞ് സീൻ എൻ എന്ന് എൻ്റർ ചെയ്തു. എന്നിട്ട് നമുക്ക് ഇവിടെ ഫാക്ടോറിയൽ ഓഫ് എന്ന് പറഞ്ഞിട്ട് എൻ പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പൊ അത് കഴിഞ്ഞ് അതിന് മുമ്പ് നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്തു, ഫാക്ടോറിയൽ ഓഫ് എൻ എന്ന് പറഞ്ഞ് കോൾ ചെയ്തു. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ കോൾ. റിട്ടേൺ 0 അടുത്ത ലൈനായിട്ട് എഴുതിയാലും മതി. മുകളിലേക്ക് വന്നതാണ്, അടുത്ത ലൈനായിട്ട് എഴുതിയാലും മതി. അപ്പൊ ഫാക്ടോറിയൽ ഓഫ് എൻ ഇതാണ് ഫംഗ്ഷൻ കോൾ. ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ കോൾ ചെയ്ത സ്ഥലത്തേക്ക് അത് പോകും, അതിന്റെ ഡെഫിനിഷനിലേക്ക് പോകും. മെയിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടാണ് എന്ത് എഴുതേണ്ടത്, ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എഴുതേണ്ടത്. അപ്പോൾ നമുക്കറിയാം 0 ഫാക്ടോറിയൽ ആണെങ്കിലും, അതുപോലെ 0 ഫാക്ടോറിയലിന്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. അതുപോലെ 1 ഫാക്ടോറിയൽ വന്നാലും 1 ആണ്. ഓക്കെ, 1നേലും കൂടുതലുള്ള ഫാക്ടോറിയൽ വന്നാലും നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമ്മളിവിടെ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. റിട്ടേൺ ടൈപ്പ് എഴുതി, ഫംഗ്ഷന്റെ പേര് എഴുതി, ആർഗ്യുമെന്റ് എഴുതി, ഇൻഡ് എൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇഫ് എൻ ഗ്രേറ്റർ ദാൻ 1, അതായത് എൻ എന്ന് പറയുന്നത് നമ്മൾ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്ന നമ്പർ എൻ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് പറഞ്ഞാൽ 0 അല്ല 1 അല്ല 1നേലും മുകളിലാണെങ്കിൽ നമ്മൾ റിട്ടേൺ എൻ ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് എൻ മൈനസ് 1. അല്ലെങ്കിൽ 0യും 1ഉം ആണെങ്കിൽ എന്തായിരിക്കും ആൻസർ, എപ്പോഴും 1 ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, റിട്ടേൺ എൻ ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ്, അതായത് എൻ ഫാക്ടോറിയൽ ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് 1 ഫാക്ടോറിയലിന് എഴുതിയിരിക്കുന്നതാണിത്, എൻ ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് എൻ മൈനസ് 1. ഇവിടെ നമുക്ക് കാണാം ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് റിക്കർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സ്റ്റെപ്സ് ആലോചിക്കണം, പഠിക്കണം. ഇൻഡ് ഫാക്ടോറിയൽ ഓഫ് ഇൻഡ് എൻ, ഇഫ് എൻ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യേണ്ടത് എന്താണ്, എൻ ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് എൻ മൈനസ് 1, അല്ലെങ്കിൽ 1 റിട്ടേൺ ചെയ്യും. ഇത്രയ്ക്ക് ഇതുള്ളൂ. ചെറിയ പ്രോഗ്രാം ആണ്, പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഫാക്ടോറിയലിന്റെ പ്രോഗ്രാം. ഇതിൽ നമ്മുടെ 3rd മൊഡ്യൂൾ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ 1ഉം 3യും സെക്കൻഡിൽ ഇമ്പോർട്ടൻ്റ് ഒക്കെ പഠിക്കുക. പിന്നെ 4th ഇതുപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് പെട്ടെന്ന് നോക്കാം. ഒരു 12:15 വരെ നമുക്ക് നിങ്ങൾ ഇരിക്കാമല്ലോ അല്ലേ, 12:15 വരെയുള്ള സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഓക്കെ, പിന്നെ ഓക്കെ, ഇതിനകത്ത് 3rd മൊഡ്യൂളിന് ഇമ്പോർട്ടൻ്റ് കഴിഞ്ഞു. പിന്നെ അടുത്തത് 4th മൊഡ്യൂളിലെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, 4th മൊഡ്യൂളിൽ വരുന്നത് സ്ട്രക്ചേഴ്സും ഫയൽസും ഒക്കെയാണ് 4th മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, അപ്പൊ സ്ട്രക്ചറിന്റെ ഒരു പ്രോഗ്രാം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പൊ അതിന് നമ്മൾ വേറെ വേരിയേഷൻ. പിന്നെ ഇതില് 4th മൊഡ്യൂളിൽ നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കാം. ഓക്കെ, സ്ട്രക്ചറിന്റെ റൈറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ സ്ട്രക്ചർ, ഡെഫിനിഷൻ, ഡിക്ലറേഷൻ, ഇനീഷ്യലൈസേഷൻ വിത്ത് പ്രോപ്പർ എക്സാമ്പിൾ, അത് നമുക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ ഒരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് സ്ട്രക്ചർ. ഇപ്പോൾ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്തായാലും എഴുതി വയ്ക്കാൻ പറ്റും. അഡീഷണൽ ആയിട്ടുള്ളതിന് നമുക്ക് കിട്ടാത്തതാണെങ്കിലും നമുക്ക് അറിയാവുന്നവരെങ്കിലും നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഫയലിന്റെ എക്സ്പ്ലെയിൻ വേരിയസ് ഫയൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്ട്രീംസ്, അതൊക്കെ നമുക്ക് എളുപ്പം. പിന്നെ ഈ ക്ലാസ് കോൺസെപ്റ്റിലെ കുറച്ച് എളുപ്പമുള്ള തിയറി ഉണ്ട്,
അത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചു. അത് അപ്പോൾ അത്രയും മാർക്കെങ്കിലും നമുക്ക് കിട്ടാൻ എളുപ്പമാണ്. പ്രൊസീജിയർ ഓറിയന്റഡും ഒബ്ജക്റ്റ് ഓറിയന്റഡും തമ്മിലുള്ള ഡിഫറൻസ് ഇതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫോർത്ത് ക്വസ്റ്റ്യൻ പ്രൊസീജിയർ ഓറിയന്റഡ് ആൻഡ് ഇതിന്റെ ഡിഫറൻസ്. പിന്നെ കീ ഫീച്ചേഴ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. പിന്നെ അതില് തിയറി തന്നെ ഇതിന് ഇഷ്ടംപോലെ കിട്ടും. പിന്നെ ഫയലിൽ ഉപയോഗിക്കുന്ന ഡിസ്ക്രൈബ് എനി 3 ഫങ്ഷൻസ് യൂസ്ഡ് ഇൻ ഫയൽ. പിന്നെ ഇതിന്റെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിന്റെ ഒക്കെ അഡ്വാൻറ്റേജ്, ഓക്കെ, ഫീച്ചേഴ്സ് ഏതെങ്കിലും അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫോർത്ത് മൊഡ്യൂള് കണ്ടിന്യൂ ചെയ്യല്ലേ? ആർക്കെങ്കിലും ബ്രേക്ക് വേണോ? പിന്നെ മതിയെന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ റെക്കോർഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ പഠിച്ചാലും മതി. കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഒന്ന് പറയാൻ പറ്റുമോ ഒരാള്? ശ്രീലക്ഷ്മി, തുഷാര ഒന്ന് കണ്ടിന്യൂ ചെയ്യണോ? അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഒരു ഹാഫ് ആൻ അവർ, ഒരു 15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബേസിക് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്താം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പഠിച്ചാലും മതി എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ്, അത് തിയറിയാണ് ഓൾമോസ്റ്റ്. എക്സ്പ്ലെയിൻ ചെയ്യണോ? പറയാല്ലേ? ഓക്കെ, അപ്പോൾ ഫോർത്ത് മൊഡ്യൂളിലാണ് നമുക്ക് അതും കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം. ഫോർത്ത് മൊഡ്യൂളും കൂടി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യണതിൻ്റെ ഒക്കെ ഞാൻ റെക്കോർഡും ഇടുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ അത് നിങ്ങൾ അത് കഴിഞ്ഞ് ഉച്ചരിഞ്ഞുള്ള സമയത്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോർത്ത് മൊഡ്യൂളിൻ്റെ നോട്ട്സ് എടുക്കാം. ഫോർത്ത് മൊഡ്യൂളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്നത് സ്ട്രക്ചറും ഫയലും അതുപോലെ തന്നെ ക്ലാസ് കോൺസെപ്റ്റും ആണ് വരുന്നത്. അപ്പം അതിൽ ഫയലിലാണെങ്കിലും ഫയലിൽ നമുക്ക് ഒരുപാട് ഡെപ്തിൽ പോകേണ്ട, കാരണം ഫയൽ ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ്, അഡ്വാൻസ്ഡ് ടോപ്പിക്കാണ്. സ്ട്രക്ചറിലാണെങ്കിലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ, അതുപോലെ ഫയലിലും കുറച്ച് ടോപ്പിക്സ് നോക്കുക. ക്ലാസ്സിൽ നമുക്ക് കംപ്ലീറ്റ് തിയറിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് എഴുതിയാലും അതിൽ മാർക്ക് കിട്ടും. മാക്സിമം എഴുതാനായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം ഇതിന് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓരോ പാർട്ടിൽ നിന്നുള്ളത് നമ്മളിതിൽ ഈ ടിക്ക് ഇട്ടത് മെയിനായിട്ട് പഠിക്കാം. പിന്നെ പ്രോഗ്രാംസ് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിധത്തിൽ നമ്മൾ എഴുതാം. ഈ ഫയലിൻ്റെ അതുപോലെ ഈ ഒരു പ്രോഗ്രാം നല്ലതാണ്. ഏതെങ്കിലും ഒരു പ്രോഗ്രാം നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ നോട്ട്സ് ഞാൻ എടുക്കുന്നുണ്ട്. ഒരു സെക്കൻഡ്. മൊഡ്യൂൾ 4 പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞിട്ടാണ്. ഇതിൽ എവിടെയാണ് ഇതൊക്കെ കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒന്ന് നോക്കാനാണ് ഇത്തിരി ഒരു ഇത്. അപ്പോൾ ഇതിൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അരയിലൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സ്റ്റോറേജ്, ബേസിക്കലി അതിൻ്റെ ഒരു ബേസിക് ഐഡിയ ആദ്യം പറയാം. അരയിലൊക്കെ സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലൊക്കേഷൻസിൽ ഒരേ ടൈപ്പ് എലമെന്റ്സ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടികളുടെ മാർക്ക് മാത്രം സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന്റെ മാർക്ക് 12, 20, 8, 19, 30 ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഒരേ ടൈപ്പ് എലമെന്റ്സിനെയാണ് നമുക്ക് ഡാറ്റ ടൈപ്പിനെയാണ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു ലൊക്കേഷനിൽ തന്നെ ഈ കുട്ടിയുടെ പേരും അതുപോലെ തന്നെ ഫോൺ നമ്പർ, നെയിം, ഫോൺ നമ്പർ, മാർക്ക് ഇതൊക്കെ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അരേ യൂസ് ചെയ്യുമ്പോൾ പറ്റില്ല. അപ്പോൾ അതിന് പകരമാണ് നമ്മളിവിടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറിൻ്റെ നമ്മൾ സ്ട്രക്ചർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ സ്ട്രക്ചറിൻ്റെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ജനറൽ ഫോം ഓഫ് സ്ട്രക്ചർ, ഡെഫിനിഷൻ, ഡിക്ലറേഷൻ ആൻഡ് ഇനീഷ്യലൈസേഷൻ വിത്ത് എക്സാമ്പിൾ, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്ട്രക്റ്റ് എന്ന് പറഞ്ഞൊരു കീവേഡ് വേണം. ഇവിടെ സ്ട്രക്റ്റ് എന്ന് പറഞ്ഞൊരു കീവേഡാണ് സ്ട്രക്ചറിനെ എപ്പോഴും യൂസ് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യാൻ. പിന്നെ സ്ട്രക്ചറിന് ഒരു പേര്, സ്ട്രക്ചർ നെയിം. ഇപ്പോൾ സ്റ്റുഡൻ്റ് എന്നാണെങ്കിൽ സ്റ്റുഡൻ്റ് പേര് കൊടുക്കും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇവിടെയാണ് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഡാറ്റ ടൈപ്പും വേരിയബിളിൻ്റെ പേരും കൊടുക്കുക. ഇവിടെ ഇതുപോലെ ഡാറ്റ ടൈപ്പും വേരിയബിളിൻ്റെ പേരും കൊടുക്കുക. അത് കഴിഞ്ഞ് എത്ര ഡാറ്റകൾ, ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ആണെങ്കിൽ ഇൻറ്റ് റോൾ നമ്പർ, ക്യാർ നെയിം എന്ന് പറഞ്ഞിട്ട് നെയിം ആകുമ്പോൾ ഒരു അരേ കൊടുക്കുക, 25 അങ്ങനെ എന്തെങ്കിലും വാല്യൂ കൊടുക്കുക. ക്യാർ നെയിം, പിന്നെ ഫോൺ നമ്പർ വേണമെങ്കിൽ ഇൻറ്റ് ഫോൺ നമ്പർ, ഇൻറ്റ് മാർക്ക് അങ്ങനെയൊക്കെ കൊടുക്കാം.
പിന്നെ ഇത് ഒരു ബുക്കിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ സ്ട്രക്ട് എഴുതി ബുക്ക്. സാധാരണ സ്റ്റുഡന്റിന്റെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ്, അപ്പൊ അതാണ് വിത്ത് എക്സാമ്പിൾ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞു. പിന്നെ ചോദിച്ചിരിക്കുന്നത് സ്ട്രക്ചറിന്റെ ഡിക്ലറേഷൻ എങ്ങനെയാണ് എന്നാണ് ചോദിച്ചത്. ഡിക്ലറേഷൻ അതിന്റെ താഴെ തന്നെ വരുന്നുണ്ട്. സ്ട്രക്ചറിന്റെ ഡിക്ലറേഷൻ എങ്ങനെയാണ്? ഡിക്ലയറിങ് സ്ട്രക്ചർ വേരിയബിൾ എങ്ങനെയാണ്? സ്ട്രക്ചറിന്റെ പേര്, വേരിയബിളിന്റെ പേര് കൊടുക്കുക. ഇങ്ങനെ കൊടുത്താലാണ് ഇതിന്റെ ഡിക്ലറേഷൻ ആവുള്ളൂ. അതായത് ഡിക്ലറേഷൻ നമ്മൾ ഏതിലാണ് കൊടുക്കുന്നത് വെച്ചാൽ മെയിൻ പ്രോഗ്രാമിനകത്താണ് കൊടുക്കുന്നത്. എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക? ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്ന പോലെ ഇപ്പൊ സ്ട്രക്ചറിന്റെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് സ്ട്രക്ചറിന്റെ ഡെഫിനിഷൻ. അത് കഴിഞ്ഞ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സ്ട്രക്ട് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുക. ഇപ്പൊ സ്റ്റുഡന്റ് ആണെങ്കിൽ സ്ട്രക്ട്, പിന്നെ സ്ട്രക്ചറിന്റെ പേര്, അതായത് സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റ്, പിന്നെ വേരിയബിൾ, ഇപ്പൊ സ്റ്റുഡന്റിന്റെ വേരിയബിളിന്റെ പേര് കൊടുക്കുക. S1 ആണെങ്കിൽ S1. ഈ രണ്ട് വേരിയബിൾ വേണമെങ്കിൽ S1, S2. ഇവിടെ ബുക്ക് 1, ബുക്ക് 2. ഇപ്പൊ ഇതാണ് ഇതിന്റെ ഡിക്ലറേഷൻ. ഇങ്ങനെയാണ് നമ്മൾ. പിന്നെ ഇനീഷ്യലൈസേഷനും ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇനീഷ്യൽ വാല്യൂസ് കൊടുക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ഇനീഷ്യൽ വാല്യൂസ് കൊടുക്കുമ്പോൾ എപ്പോഴും കേളി ബ്രേസസ് ആണ് യൂസ് ചെയ്യുക. ഇപ്പൊ സ്ട്രക്ട് ബുക്ക് 1 അങ്ങനെയാണെങ്കിൽ ബുക്കിന്റെ ആദ്യം ഇവിടെ ബുക്കിന്റെ എന്തൊക്കെയാണ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണോ അതനുസരിച്ച് കൊടുക്കണം. ബുക്ക് നമ്പർ, ടൈറ്റിൽ, ഓതർ, പ്രൈസ്. അതാണ് ഇവിടെ ഈ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്നത്. ബുക്ക് നമ്പർ, ടൈറ്റിൽ, കമ്പ്യൂട്ടറിന്, ഓതറിന്റെ പേര് ബാലഗുരുസ്വാമി, ദെൻ പ്രൈസ്. അങ്ങനെയാണ് ഇതിന്റെ ഇനീഷ്യലൈസേഷൻ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി സ്ട്രക്ചറിന്റെ നമ്മൾ ഒരു പ്രോഗ്രാം നമ്മൾ പഠിച്ചു വെക്കണം. ഒരു പ്രോഗ്രാം. അപ്പൊ അതനുസരിച്ച് ഇപ്പൊ സ്റ്റുഡന്റിന് പകരം ബുക്ക് ചോദിക്കണമെങ്കിൽ അത് മാറ്റി എഴുതിയാൽ മതി. അതുപോലെ തന്നെ എംപ്ലോയിയും ചോദിക്കണമെങ്കിൽ സ്റ്റുഡന്റിന് പകരം എംപ്ലോയിന്ന് എഴുതാം. അപ്പൊ ഒരു പ്രോഗ്രാം നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം സ്ട്രക്ചറിന്റെ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. സ്ട്രക്ചറിന്റെ ഈ പ്രോഗ്രാം മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഇതെന്താണ്? റൈറ്റ് എ പ്രോഗ്രാം ടു ഇൻപുട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് n സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു അരേ പോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സ്ഥലമാണെന്ന് ആലോചിക്കും. സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സ്ഥലമാണ് അരേ എന്ന് പറയുമ്പോൾ. അതിൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഒരേ ടൈപ്പ് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ള. സ്ട്രക്ചറിലാണെങ്കിൽ ഒരു ലൊക്കേഷനകത്ത് സ്റ്റുഡന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇവിടെ പറയുന്നത് n സ്റ്റുഡൻസ് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്? രജിസ്റ്റർ നമ്പർ വേണം, നെയിം വേണം, മാർക്സ് ഓഫ് 3 സബ്ജക്റ്റിന്റെ മാർക്ക് വേണം, എന്നിട്ട് ഇവരുടെ ടോട്ടൽ മാർക്ക് കാണാം. ഈ ടോട്ടൽ മാർക്ക് കാണുന്നതിന് പകരം ചിലപ്പോൾ നമ്മളോട് ആവറേജ് മാർക്ക് കാണാൻ പറയാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ. പക്ഷെ ഇത്രയ്ക്കും കാര്യങ്ങൾ ഇവിടം വരെയുള്ളത് എല്ലാ സ്ട്രക്ചറിലും കോമൺ ആയിരിക്കും. അഡീഷണൽ ആയിട്ട് അവർ എന്തെങ്കിലും ഒരു കാര്യം കൂടി ചോദിക്കും. അത് ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു ഇത്രയ്ക്കും പാർട്ടിന്റെ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റുഡന്റിന് പകരം പിന്നെ മാറ്റി ചോദിക്കുന്നത് ചിലപ്പോൾ എംപ്ലോയി എന്നായിരിക്കും. എംപ്ലോയി എന്ന് പറയുമ്പോൾ എംപ്ലോയിക്ക് എംപ്ലോയി നമ്പർ, എംപ്ലോയിയുടെ പേര്, മാർക്സിന് പകരം സാലറി എന്നായിരിക്കും. അല്ലെങ്കിൽ ബുക്ക് ആയിരിക്കാം, ബുക്ക് നമ്പർ, ബുക്ക് നെയിം, ബുക്കിന്റെ പ്രൈസ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ അത്രയും കാര്യം, അങ്ങനത്തെ ഒരു ചേഞ്ചസ് വരുള്ളൂ. അപ്പൊ നമ്മൾ ഒരെണ്ണത്തിന്റെ ഇതിന്റെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിന്റെയും അതേ ഒരു അപ്രോച്ചിൽ എഴുതി പോകാൻ പറ്റും. സ്ട്രക്ചറിന്റെ പ്രോഗ്രാം എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? സ്ട്രക്ചറിനെ ആദ്യം തന്നെ ഹാഷ് ഇൻക്ലൂഡ്, നമ്മുടെ സാധാരണ സാധനങ്ങളൊക്കെ എഴുതാം. ഹാഷ് ഇൻക്ലൂഡ് ലെസ് ദാൻ IO സ്ട്രീം, യൂസിങ് നെയിം സ്പേസ് STD. അത് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ തുടങ്ങുന്നതിന് മുമ്പാണ് ഈ സ്ട്രക്ചറിന്റെ ഡെഫിനിഷൻ എഴുതേണ്ടത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡെഫിനിഷൻ എഴുതുന്ന സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അവിടെ ഇവിടെയും കൊണ്ട് എഴുതി വെച്ച്, ഇപ്പോൾ ചിലർ മെയിൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കൊണ്ട് അല്ലെങ്കിൽ മെയിൻ്റെ ഉള്ളിൽ കുത്തി എഴുതി അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. നമുക്ക് ഓരോ പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചറിന്റെ ഡെഫിനിഷൻ എഴുതേണ്ടത് യൂസിങ് നെയിം സ്പേസ് STD കഴിഞ്ഞിട്ടാണ് എഴുതേണ്ടത്. എങ്ങനെയാണ് അത് എഴുതേണ്ടത്? സ്ട്രക്ട് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുക. പിന്നെ സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റ് എന്ന് കൊടുക്കുക, എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയി എന്ന് കൊടുക്കുക, ബുക്ക് ആണെങ്കിൽ ബുക്ക് എന്ന് കൊടുക്കുക, അങ്ങനെ പേര് കൊടുക്കുക, അതനുസരിച്ചുള്ള പേര് കൊടുക്കുക. ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. പിന്നെ ഒരു ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് വേണമെന്ന് പറയും, നോർമലി പറയാറുണ്ട്. എന്തൊക്കെയാണ് വേണ്ടത്? രജിസ്റ്റർ നമ്പർ, നെയിം, മാർക്സ്, ഇതാണ് വേണ്ടത്. അപ്പോൾ രജിസ്റ്റർ നമ്പറിനെ രജിസ്റ്റർ നമ്പർ എന്ന് കൊടുത്തു. നെയിം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വേർഡാണ് അത്, നമ്പർ അല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ക്യാരക്ടർ അരേ യൂസ് ചെയ്യണം. അതുകൊണ്ട് ക്യാർ നെയിം 15 അങ്ങനെ കൊടുത്തു. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വന്നാലും കുഴപ്പമില്ല. ഓക്കെ. പിന്നെ മാർക്സ് ഇൻറ്റിജർ ആണ്. 3 സബ്ജക്റ്റിന്റെ മാർക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാർക്സ് ഓഫ് 3 എന്ന് കൊടുക്കാം. ഇപ്പൊ ഒരു സബ്ജക്റ്റിന്റെ മാർക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ വെറുതെ മാർക്സ് കൊടുത്താലും മതി. പിന്നെ ടോട്ടൽ കാണാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ടോട്ടൽ എന്ന് കൊടുക്കുക, ടോട്ടൽ. ഞാനപ്പോൾ ഇത്രയും വരെ പാർട്ടാണ് മെയിനായിട്ട് ഇതിൽ പഠിപ്പിക്കുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾ ചിലപ്പോൾ ടോട്ടൽ തന്നെ ചോദിച്ചൊന്നുമില്ലേ, വേറെ എന്തെങ്കിലും ആയിരിക്കും ചോദിക്കാം. അത് കഴിഞ്ഞ് ഇപ്പൊ ഇത്രയും കഴിഞ്ഞ് നമ്മൾ എന്താണ് സ്ട്രക്ചറിന് എന്തൊക്കെ ഇതിൽ വേണം, ഒരു സ്റ്റുഡന്റ് സ്ട്രക്ചറിൽ എന്തൊക്കെ വേണമെന്ന് ഇത്രയും പാർട്ട് കൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചു. ഓരോ സ്റ്റുഡന്റിനും
എന്തൊക്കെ ഉണ്ടായിരിക്കും? രജിസ്റ്റർ നമ്പർ ഉണ്ടായിരിക്കും, നെയിം ഉണ്ടായിരിക്കും, മാർക്സും ഉണ്ടായിരിക്കും. 3 സബ്ജക്റ്റിന്റെ മാർക്കും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ മെയിൻ പ്രോഗ്രാം എഴുതണം. ഇൻറ്റു മെയിൻ പ്രോഗ്രാമിനകത്ത് നമ്മൾ ആദ്യം നോർമലി യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ഒക്കെ ഡിക്ലെയർ ചെയ്യുക. INJ എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുക. പിന്നെ നമ്മളിവിടെ സ്ട്രക്ചറിനെ ഡിക്ലെയർ ചെയ്യണം. ഇത് ഇങ്ങോട്ട് നീക്കി എഴുതാട്ടോ. ഞാൻ ഇങ്ങനെ എഴുതിയപ്പോൾ ഇങ്ങോട്ട് ആയി പോയതാണ്. നീക്കി എഴുതാം, ലെഫ്റ്റിലേക്ക് നീക്കി എഴുതാം. സ്ട്രക്ചറിന്റെ ഡിക്ലറേഷൻ ആണ് ഇവിടെ വരുന്നത്. സ്ട്രക്ചറിന്റെ ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്ട്രക്ട് ഡിക്ലറേഷൻ. ഇവിടെ സ്ട്രക്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. ഇവിടെ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് മാത്രമായാലും കുഴപ്പമില്ല. സ്റ്റുഡൻറ്റ് ആണ് നമ്മുടെ സ്ട്രക്ചറിന്റെ പേര്. സ്റ്റുഡൻറ്റ് എഴുതിയിട്ട് S(100). കുറേ സ്റ്റുഡൻസ് വേണം. ഒരു സ്റ്റുഡൻറ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ S മാത്രം മതി. ഇവിടെ ഒരു ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ ഒരു 10-60 സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. ജസ്റ്റ് ഒരു സൈസ് കൊടുക്കുക, അരയായിട്ട് കൊടുക്കുക, S(100) അങ്ങനെ കൊടുത്തു. സ്റ്റുഡൻറ്റ് പിന്നെ S എന്ന് പറഞ്ഞൊരു അരേ. ഇപ്പോൾ ഒരു അരയിലാണ് ഈ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് വന്ന് എൻ്റർ ആവുന്നത്. അരയുടെ S എന്ന് പറഞ്ഞ അരേ. അപ്പോൾ ഓരോ അരയുടെയും ലൊക്കേഷന്റെ പ്രത്യേകത എന്താണ്? അതിൽ ഇതൊക്കെ എൻ്റർ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായിരിക്കും. രജിസ്റ്റർ ഒരു ലൊക്കേഷനിൽ രജിസ്റ്റർ നമ്പർ, നെയിം, മാർക്ക്, അതൊക്കെ ഓരോ ലൊക്കേഷനുകളിലും എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്ട്രക്ചറിന്റെ ഡിക്ലറേഷൻ. ഡെഫിനിഷൻ കഴിഞ്ഞു, പിന്നെ ഡിക്ലറേഷൻ. വിത്ത് എക്സാമ്പിൾ എന്ന് പറഞ്ഞാലും ഈ എക്സാമ്പിൾ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യാം? അടുത്തത് എൻ്റർ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ഇപ്പൊ CN എൻ്റർ ചെയ്യും. ഇനി ഓരോ സ്റ്റുഡൻസിനും വേണ്ടി നമ്മൾ സ്ട്രക്ചറിലേക്ക് വാല്യൂസ് എൻ്റർ ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ n സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ n സ്റ്റുഡൻസിന്റെ വാല്യൂ എൻ്റർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫോർ ലൂപ്പ് യൂസ് ചെയ്യണം. ഫോർ i = 0, i <n, i++. അത് കഴിഞ്ഞ് ആദ്യം ടോട്ടൽ കാണാൻ പറഞ്ഞുകൊണ്ട് ആ ടോട്ടലിന് ആദ്യം 0 ആക്കി വെച്ചു. ടോട്ടൽ മാർക്കിനെ 0 ആക്കി വെച്ചു. ഇനി നമ്മളിവിടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പോവാണ്. ആദ്യം എന്ത് എൻ്റർ ചെയ്യണം? രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യണം. Cout എൻ്റർ ദ രജിസ്റ്റർ നമ്പർ ഓഫ് ദ സ്റ്റുഡൻറ്റ്. എന്നിട്ട് ഇത് ഓരോ ഇതിനെയും എൻ്റർ ചെയ്യുമ്പോൾ ആക്സസ് ചെയ്യണമെങ്കിൽ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. അപ്പൊ S(i) ഐയുടെ വാല്യൂ 0 ആണെന്ന് പറയുമ്പോൾ S(0) ഡോട്ട്. S എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചർ അരയാണ്. S(0) എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റുഡന്റ്. ആദ്യം ഐയുടെ വാല്യൂ 0 ആയിരിക്കില്ല. 0 ഡോട്ട് രജിസ്റ്റർ, ഫസ്റ്റ് സ്റ്റുഡന്റിന്റെ രജിസ്റ്റർ നമ്പർ. പിന്നെ അതിന്റെ എന്ത് എൻ്റർ ചെയ്യണം? ഈ സ്ട്രക്ചറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യണം. രജിസ്റ്റർ നമ്പർ, നെയിം, മാർക്സ്, ഇത്രയും കാര്യങ്ങളാണ് എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, S(i) ഡോട്ട് രജിസ്റ്റർ നമ്പർ, പിന്നെ S(i) ഡോട്ട് നെയിം, പിന്നെ മാർക്സ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ മാർക്ക് ആണെങ്കിൽ നമുക്ക് S(i) ഡോട്ട് മാർക്സ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, പക്ഷെ ഇവിടെ എന്താണ്? 3 സബ്ജക്റ്റിന്റെ മാർക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ വേറൊരു ലൂപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ലൂപ്പിൽ I യൂസ് ചെയ്തുകൊണ്ട് ഉള്ളിൽ ലൂപ്പ് എഴുതുമ്പോൾ J യൂസ് ചെയ്യാം. J = 0, J < 3, J++. എന്നിട്ട് എന്ത് ചെയ്താൽ? CN S(i) ഡോട്ട് മാർക്ക് ഓഫ് J. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് മാർക്ക് എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് ടോട്ടൽ കാണാം. S(i) ഡോട്ട് ടോട്ടൽ = S(i) ഡോട്ട് ടോട്ടൽ പ്ലസ് S(i) ഡോട്ട് ഓരോ മാർക്കുകളും ആഡ് ചെയ്ത് ടോട്ടലായിട്ട് ഇതിൽ വരും. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ലാസ്റ്റ് ഇപ്പൊ ഈ ഫോർ ലൂപ്പും ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ആയിട്ടുണ്ടാവും. പിന്നെ അത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് തിരിക്കുള്ളൂ. ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് പറഞ്ഞിട്ട് എഗെയിൻ ഒരു ഫോർ ലൂപ്പ് എടുക്കാം. ഫോർ i = 0, i <n, i++. Cout ആദ്യം രജിസ്റ്റർ നമ്പർ ഡിസ്പ്ലേ ചെയ്യുക, പിന്നെ S(i) ഡോട്ട് നെയിം ഡിസ്പ്ലേ ചെയ്യുക, പിന്നെ ടോട്ടൽ ഡിസ്പ്ലേ ചെയ്യുക. ഇതുപോലെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ആ ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്യുക, റിട്ടേൺ 0. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചറിന്റെ ഒരു പ്രോഗ്രാം എഴുതുന്നത്. അപ്പൊ സ്ട്രക്ചറിന്റെ പ്രോഗ്രാം എഴുതാൻ ശ്രദ്ധിക്കുന്നത് ഡെഫിനിഷൻ എവിടെ എഴുതണം? യൂസിങ് നെയിം സ്പേസ് std കഴിഞ്ഞ് ഡെഫിനിഷൻ എഴുതണം. സ്ട്രക്ട് സ്റ്റുഡൻറ്റ്, പിന്നെ എന്തൊക്കെയാണ് അതിൽ വേണ്ട കാര്യങ്ങൾ? രജിസ്റ്റർ നമ്പർ, നെയിം, മാർക്സ്. എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയി നമ്പർ, നെയിം, സാലറി, അങ്ങനത്തെയൊക്കെ എഴുതാം. പിന്നെ അത് കഴിഞ്ഞ് മെയിനകത്ത് എന്ത് ചെയ്യണം? ഡിക്ലറേഷൻ കൊടുക്കണം. അതായത് നോർമൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന പോലെ സ്ട്രക്ചറിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ സ്ട്രക്ചറിന്റെ പേര് വേണം. ദെൻ ആ അരേ കൊടുക്കാം. ഒരാളല്ല, കുറെ സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് അരേ പേര് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യും. പിന്നെ അതിലേക്ക് വാല്യൂസ് കാര്യം പറഞ്ഞില്ലേ, അതില് ആവറേജ് പറഞ്ഞു കഴിഞ്ഞാല് എന്താ വ്യത്യാസം വരിക? ആവറേജ് കൂടി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് അതിനെ n കൊണ്ട് ഡിവൈഡ്. ഇപ്പൊ ടോട്ടൽ ഇവിടെ ഒരു മിനിറ്റ്, ടോട്ടൽ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ, S(i) ഡോട്ട് ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ദെൻ നമ്മൾ ഇതിന് S(i) ഡോട്ട് ടോട്ടൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെ ഡിവൈഡഡ് ബൈ n ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആവറേജ് കിട്ടും. S(i) ഡോട്ട് ടോട്ടൽ എന്ന് പറയുന്ന ഈ സംഭവം നമുക്ക് കിട്ടുമ്പോൾ ടോട്ടൽ മാർക്സ് ഇത് നമുക്ക് കിട്ടും. S(i) ഡോട്ട് ടോട്ടൽ ഓരോ കുട്ടികളുടെയും ടോട്ടൽ കിട്ടും. ഇപ്പോൾ ഓരോ കുട്ടികളുടെയും ടോട്ടലാണ് ഇതിൽ കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോട്ടൽ എന്ന് പറഞ്ഞതിനെ, S(i) ഡോട്ട് ടോട്ടൽ എന്ന് പറയുന്നതിനെ, ഇപ്പോൾ S(i) എന്ന് പറയുമ്പോൾ ith സ്റ്റുഡൻറ്റിന്റെ ഓരോരുത്തരുടെയും സെപ്പറേറ്റ് ടോട്ടലാണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്.
അപ്പോൾ അത് കഴിഞ്ഞ് ഓരോരുത്തരുടെയും വേറൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഈ ടോട്ടലുകൾ തമ്മിൽ ആഡ് ചെയ്ത് പോയാൽ മതി. അല്ലെങ്കിൽ ഇവിടെ തന്നെ വേണമെങ്കിൽ ചെയ്യാം. SOFI ഡോട്ട് ഇവിടെ ഒരു വേരിയബിൾ, ഇപ്പൊ ഈ ഫോർ ലൂപ്പിനകത്ത് ഞാൻ ഇവിടെ ഒരു ടോട്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു വേരിയബിൾ കൊടുക്കാം. ടോട്ട് എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തിട്ട് ഈക്വൽ ടു ഈ SOFI ഡോട്ട് ടോട്ടൽ ഇവിടെ നമ്മൾ മുമ്പിൽ കണ്ടുപിടിക്കണ്ടല്ലോ, ടോട്ടൽ ഇതിനെ ആഡ് ചെയ്ത് കൊടുക്കുക പ്ലസ് അതിനെ ഞാൻ നോക്കിയിട്ട് പറയട്ടെ, ഒന്ന് എഴുതി നോക്കിയിട്ട് പറയാം. ഈ ടോട്ടലിനെ എന്നിട്ട് എന്നോണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആവറേജ് വാല്യൂ കിട്ടും. ഇതിലെന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ ടോട്ടലാണ്. അപ്പൊ അതിന് SOFI ഡോട്ട് ടോട്ടൽ പ്ലസ് ടോട്ടൽ പ്ലസ് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ കൊടുത്താൽ മതി. ഈ ലൂപ്പിൽ തന്നെ നമുക്ക് കൊടുത്ത് അവസാനിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഹോൾ സ്റ്റുഡൻസിന്റെ ടോട്ടൽ കണ്ടിട്ടല്ലേ നമുക്ക് ആവറേജ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ടോട്ടൽ എന്ന് പറഞ്ഞൊരു വേരിയബിളും കൂടി കൊടുക്കാം ഈ ലൂപ്പിൽ തന്നെ. ഇവിടെ SOFI ഡോട്ട് ടോട്ടൽ കണ്ടുപിടിക്കുന്നുണ്ടല്ലോ, ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ പ്ലസ് SOFI ഡോട്ട് ടോട്ടൽ ഇങ്ങനെ കൊടുക്കാം. ഇപ്പോൾ വേരിയബിൾ നെയിം വേണമെങ്കിൽ മാറ്റിക്കോളൂ, കാരണം ടോട്ടൽ എന്നുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾ ആണല്ലോ സ്ട്രക്ചറിനകത്ത്. 1 സെക്കൻഡ്. അപ്പോൾ നമുക്ക് വേരിയബിൾ നെയിം ഇങ്ങനെ കൊടുക്കാം. ഈ ലൂപ്പിനകത്ത് നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കുന്നുണ്ട്. ഓരോ സ്റ്റുഡൻസ് സെപ്പറേറ്റ് ആയിട്ടാണ് ടോട്ടൽ ഡിസ്പ്ലേ ആവുന്നതും കണ്ടുപിടിക്കുന്നു വരുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒരു സം അങ്ങനെ കൊടുത്തോളൂ, വേറെ പേര് കൊടുക്കുക. സം ഈക്വൽ ടു, സമ്മിനെ അപ്പൊ ഇനീഷ്യലൈസ് ചെയ്യണം. ബിഗിനിങ്ങിൽ സം ഈക്വൽ ടു 0 ഇൻഡ് സം എന്ന് കൊടുക്കണം. ഇവിടെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഇൻഡ് സം ഈക്വൽ ടു 0 എന്ന് കൊടുക്കണം. എന്നിട്ട് ഈ ലൂപ്പിന് തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. സം ഇവിടെ അല്ല, ഇവിടെ കൊടുക്കുക. സം ഈക്വൽ ടു സം പ്ലസ് SOFI ഡോട്ട് ടോട്ടൽ ഇങ്ങനെ കൊടുക്കാം. അപ്പൊ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ടോട്ടൽ കണ്ടുപിടിക്കുമ്പോൾ ഈ സമ്മിന്റെ ഒപ്പം ആഡഡ് ആവും. അങ്ങനെ എല്ലാ കുട്ടികളുടെയും, ഈ ലൂപ്പ് കഴിഞ്ഞോടുകൂടി എല്ലാ കുട്ടികളുടെയും ഈ സമ്മിന്റെ ഒപ്പം ആഡഡ് ആയിട്ടുണ്ടാവും. എല്ലാ കുട്ടികളുടെയും സം കിട്ടും. അപ്പൊ എല്ലാ കുട്ടികളുടെയും മാർക്കിന്റെ നമുക്കറിയാം. ഇപ്പൊ ആവറേജ് AVG ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, സം ഡിവൈഡഡ് ബൈ n ചെയ്താൽ മതി. ഇപ്പൊ ആവറേജ് കിട്ടും. ആവറേജ് കൂടി നമുക്ക് ഇവിടെ ആവറേജ് മാർക്ക് സീസ് പറഞ്ഞിട്ട് താഴെ പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ മതി. ഓക്കെ, അത് എളുപ്പമാണ്. സം കിട്ടി കഴിഞ്ഞാൽ ടോട്ടൽ കാണാനും എളുപ്പമാണ്. ആവറേജ് കാണാൻ എളുപ്പമാണ്. എന്നോട് ഡിവൈഡ് ചെയ്താൽ. ക്ലിയർ ആയല്ലോ ഇത്? അപ്പൊ അതുപോലെ ഇപ്പൊ ആവറേജ് തന്നെയല്ല, വേറെ എന്ത് അതിന് ചെറിയൊരു വേരിയേഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കുട്ടിയുടെ മാർക്ക് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ അതിലൊരു സെർച്ച് കൊണ്ടുവരേണ്ടി വരും. ഏത് കുട്ടിയുടെ മാർക്കാണ്, റോൾ നമ്പർ വെച്ച് സെർച്ച് ചെയ്യേണ്ടി വരാം. അങ്ങനെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചോദിക്കാം. അത് നമ്മൾ നമ്മുടെ അപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് ചെയ്യാം. അതിന്റെ പ്രോഗ്രാം ഞാൻ ചെയ്തതിലുണ്ട്, നമ്മൾ വീഡിയോയിലുണ്ട്. നിങ്ങൾ സമയം പോലെ ഒന്ന് നോക്കിക്കോളൂ. അങ്ങനെ അഡീഷണൽ ആയിട്ട് എന്ത് ചോദിക്കാം. പക്ഷെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് തന്നെ എഴുതാം. പിന്നെ അത് കഴിഞ്ഞ് അഡീഷണൽ ആയിട്ട് എന്ത് വരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിച്ച് എഴുതാം. ചിലപ്പോൾ നമ്മൾ കണ്ട പോലത്തെ ചോദിക്കാം, അല്ലെങ്കിൽ കാണാത്തായാലും ചോദിക്കാം. അപ്പോൾ ബേസിക് റിക്വയർമെന്റ്സ് അത് എഴുതിയിട്ട് ബാക്കിയുള്ളത് എഴുതാം. അപ്പൊ അതുപോലത്തെ പ്രോഗ്രാംസ് നമ്മൾ ഈ മൊഡ്യൂളിൽ ചെയ്തതിലുണ്ട്. അത് നിങ്ങൾ സമയം പോലെ ഒന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്കിവിടെ ഇപ്പൊ ഇവിടെ നോക്കാം. ഇതില് ഇത് ആവറേജിന്റെ ആണ്, ഇൻക്ലൂഡിംഗ് റോൾ നമ്പർ, നെയിം ആൻഡ് 3 സബ്ജക്ട്സ് ആൻഡ് പ്രിന്റ് ആവറേജ് മാർക്ക് ഓഫ് ഈച്ച് സ്റ്റുഡന്റ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോലെ ചെയ്താൽ മതി ആവറേജ് മാർക്കിന്റെ. പിന്നെ എക്സ്പ്ലെയിൻ ദ ഫയൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്ട്രീംസ് കോമൺലി യൂസ്ഡ്. ഫയലിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഫയൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ അത് ഫയൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വരുന്നത് 1 സെക്കൻഡ്. ഫയലിന്റെ സംഭവങ്ങൾ എവിടെയാണ്? അതൊരു തിയറി പോലെയാണ്, ഫയൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്ട്രീംസ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ. ഫയൽസ് എന്ന് പറയുമ്പോൾ എന്താണെന്നും 1 സെക്കൻഡ്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്ട്രീം എന്ന് പറയുന്നത് ഇതാണ്. ഈ പാർട്ട് ഫയൽ എന്ന് പറഞ്ഞ പാർട്ടിലേക്ക് പോയിട്ട് നമ്മൾ അതിൽ സെക്കൻഡ് പേജ് എടുക്കാം. അപ്പൊ അതിൽ ഇൻപുട്ട് സ്ട്രീം ഔട്ട്പുട്ട് സ്ട്രീം എന്താന്ന് പറയുന്നുണ്ട്. തിയറിയാണ്, നമുക്ക് പഠിച്ചു വയ്ക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് ഈ ഫിഗറും വരയ്ക്കാം. അപ്പൊ അതിലെന്താണ് ഇവിടെ C++ ഫയൽ സ്ട്രീംസ് ഫയൽ യൂസസ് C++ യൂസസ് ഫയൽ സ്ട്രീംസ് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ പ്രോഗ്രാം ആൻഡ് ദ ഫയൽ. ഇപ്പൊ പ്രോഗ്രാമിനും ഇപ്പൊ ഫയൽ യൂസ് ചെയ്യുന്ന പ്രോഗ്രാം ഉണ്ടെന്ന് വെക്കും. ഇപ്പൊ ഫയലിന്റെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇത് ഫയൽസിലെ ഒരു തിയറി ടോപ്പിക്കാണ്. ഇത് നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ളതാണ്. ഇത് പഠിച്ചോളൂ എന്തായാലും. ഫയൽ സ്ട്രീംസിനെ പറ്റി ചോദിച്ച് എഴുതാൻ പറ്റും. പ്രോഗ്രാമിന് ഇപ്പൊ എന്റെ പ്രോഗ്രാമിൽ എനിക്ക് ഫയൽ യൂസ് ചെയ്യണം. അപ്പോൾ അതിനെനിക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനിടയിൽ ഒരു ഇന്റർഫേസ് ആയിട്ട് ഒരു ഇന്റർമീഡിയേറ്റർ പോലെ. ഇപ്പൊ നമുക്ക് ഒരാളുടെ എന്തെങ്കിലും പൈസ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചോദിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്, മറ്റേ ഫ്രണ്ട് ആണെങ്കിൽ അങ്ങനെ ഒരു ഇന്റർഫേസ് ഉണ്ടാവും.
അതുവഴി ചോദിക്കും. അതുപോലെ ഫയലിൽ നിന്ന് ഇൻപുട്ട് എടുക്കാനായിട്ട് ഈ പ്രോഗ്രാമിന് ഡയറക്റ്റ് ആയിട്ട് പറ്റില്ല. അതുകൊണ്ട് ഒരു ഇന്റർഫേസിന് അത് യൂസ് ചെയ്യും. ആ ഇന്റർഫേസിന് പറയുന്നതാണ് ഇൻപുട്ട് സ്ട്രീം. ഇൻപുട്ട് സ്ട്രീമും ഉണ്ട് ഇൻപുട്ട് ചെയ്യാൻ, അതായത് റീഡ് ഡാറ്റ ഇൻപുട്ട് എടുക്കാനായിട്ട് ഇൻപുട്ട് സ്ട്രീമിനെ യൂസ് ചെയ്യും. അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കാനായിട്ട് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് സ്ട്രീമിനെ യൂസ് ചെയ്യും, റൈറ്റ് ഡാറ്റ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ദ സ്ട്രീം ദാറ്റ് സപ്ലൈസ് ഡാറ്റ ടു ദ പ്രോഗ്രാം ഈസ് നോൺ ആസ്, ഡാറ്റ കൊടുക്കുന്ന ആളെ പറയുന്നത് ഇൻപുട്ട് സ്ട്രീം, ആൻഡ് വൺ ദാറ്റ് റിസീവ്സ് ദ പ്രോഗ്രാം ഈസ് നോൺ, ഡാറ്റ ഫ്രം പ്രോഗ്രാം ഈസ് നോൺ ആസ് ഔട്ട്പുട്ട് സ്ട്രീം. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ ആൻസർ അങ്ങനെ പറഞ്ഞാൽ മതി. പിന്നെ ഇതിൽ വരുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊസീജിയർ ഓറിയന്റഡ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, അതും എളുപ്പമാണ്. അത് സിമ്പിൾ തിയറിയാണ്. പ്രൊസീജിയർ ഓറിയന്റഡ്, അത് എനിക്ക് തോന്നുന്നതിലാണ് പാർട്ട് 3. അതെന്തായാലും പഠിക്കുക, അത് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. പ്രൊസീജിയർ ഓറിയന്റഡും ഒബ്ജക്റ്റ് ഓറിയന്റഡും. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പാരഡി. അപ്പൊ ഞാൻ ജനറലി അതിന്റെ ഈ ഫിഗറും വരയ്ക്കട്ടെ. ജസ്റ്റ് ജനറലി ഞാൻ പറഞ്ഞുതരാം. അതേ നിങ്ങൾ ഇത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന പോയിന്റ്സ് 10 മാർക്സിനൊക്കെയാണ് ഇത് ചോദിക്കാം. പ്രൊസീജിയർ ഓറിയന്റഡ് ആണ് നമ്മൾ, അതായത് ക്ലാസ് കോൺസെപ്റ്റ് ഒന്നും യൂസ് ചെയ്യാത്ത പ്രോഗ്രാമാണ് എന്ത്, പ്രൊസീജിയർ ഓറിയന്റഡ്. സി ലാംഗ്വേജ് ഒക്കെ പ്രൊസീജിയർ ഓറിയന്റഡ് ആണ്. C++ വന്നപ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയി. പ്രൊസീജിയർ ഓറിയന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ പ്രോഗ്രാമിനകത്ത് ഡിഫറെന്റ് ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും. എഗെയിൻ ആ ഫംഗ്ഷൻസിൽ നിന്ന് വേറെ ഫംഗ്ഷൻസിനെ കോൾ ചെയ്യും. അങ്ങനെയാണ് പ്രൊസീജിയർ ഓറിയന്റഡ് ഒരു സെറ്റപ്പ് വരും. ഇതിന്റെ ഫിഗർ വരയ്ക്കണം പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാംസിന്റെ. ഇനി അതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു വയ്ക്കാം. പ്രൊസീജിയറിനാണ് ഇമ്പോർട്ടൻസ്, അതായത് ഡൂയിങ് തിങ്സ്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യണേന്നുള്ളതിനാണ് ഇമ്പോർട്ടൻറ്റ്. ലാർജ് പ്രോഗ്രാംസ് എനിക്ക് അതിനെ ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. പിന്നെ അങ്ങനെ ഇതിൽ കുറച്ച് പോയിന്റ്സ് വെക്കാം. ഗ്ലോബൽ ഡാറ്റേനെ അതിന് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ അങ്ങനെ ഓരോ ഫംഗ്ഷൻസും ഗ്ലോബൽ ഡാറ്റേനൊക്കെ ഷെയർ ചെയ്യുന്നതായിട്ട് പറയാം. അതായത് പ്രൊസീജിയർ ഓറിയന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യത്തിനാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി അടുത്തത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ ഡാറ്റയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദ മേജർ മോട്ടിവേറ്റിംഗ് ഒബ്ജക്റ്റ് ഇസ് ടു റിമൂവ് സം ഓഫ് ദ, ഈ പ്രൊസീജിയർ ഓറിയന്റഡിലുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് വന്നത്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ ഓരോ ഡിഫറെന്റ് ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കും ആ പ്രോഗ്രാമിൽ. എന്നിട്ട് ഒബ്ജക്ട്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓരോ ഒബ്ജക്ട്സിന് എന്തുണ്ടായിരിക്കും, ഡാറ്റ ഉണ്ടായിരിക്കും, ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, ഡാറ്റ ഫംഗ്ഷൻസ്. അങ്ങനെ അപ്പൊ ഇതിന്റെ ഫിഗർ വരച്ചിട്ട് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഇതിന്റെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഇത് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അപ്പൊ അത് എന്തായാലും പഠിച്ചു വെക്കുക. ഡാറ്റയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണേ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഡാറ്റ ഈസ് ഹിഡൻ ആൻഡ് കനോട്ട് ബി ആക്സസ്ഡ് ബൈ എക്സ്റ്റേണൽ. ഒബ്ജക്ട്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പൊ ഒബ്ജക്ട്സ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. ഇപ്പൊ ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സിനെയാണ് പറയുന്നത്. ഇപ്പൊ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഉണ്ട് നോക്കിയാൽ. ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആണ്. അതിന്റെ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഏതാണ്, മാംഗോ എന്ന് പറയുന്നതിന്റെ ഒരു ഒബ്ജക്റ്റ് ആണ്. അങ്ങനെ അപ്പൊ ആ ക്ലാസിന്റെ പ്രോപ്പർട്ടി ആർക്കും ഉണ്ടായിരിക്കും, ഒബ്ജക്ട്സിന് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതില് കീ ഫീച്ചേഴ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ്, അത് വേറെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കണം. പിന്നെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്ട്രീംസ് വീണ്ടും ചോദിച്ചിട്ടുണ്ട്, അത് പഠിക്കണം. പിന്നെ 3 ഫംഗ്ഷൻസ് യൂസ്ഡ് ഇൻ ടു ഹാൻഡിൽ ഫയൽസ് ഇൻ സി. ഈ ഫയൽസിൽ യൂസ് ചെയ്യുന്ന 2-3 ഫംഗ്ഷൻ ഏതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതില് അപ്പൊ ആ ഫംഗ്ഷൻസിൽ നമുക്ക് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് എ ഫയൽ, അതിന്റെ ഫംഗ്ഷൻ പറയാം. ഓപ്പൺ ചെയ്യാനുള്ള ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫയലിന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പോൾ ഫയലിന്റെ ഒരു പ്രോഗ്രാമാണ്, മെയിൻ എഴുതി, പിന്നെ ഇഫ് സ്ട്രീം, ഇൻപുട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫയലിന് വരുന്നത് ഇഫ് സ്ട്രീം. ഔട്ട്പുട്ടിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അതിനെ പറയുന്നത് ഓഫ് സ്ട്രീം എന്ന് പറയും. ഇഫ് സ്ട്രീം എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ചെയ്യാനായിട്ട്, ഓഫ് സ്ട്രീം എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ചെയ്യാൻ, രണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫ് സ്ട്രീം എന്ന് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിൽ ഫംഗ്ഷന്റെ ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഓപ്പൺ ചെയ്യാൻ, ഇപ്പൊ ഇഫ് സ്ട്രീം ഇൻ ഫയൽ എന്നൊരു പേര് കൊടുത്തു. അത് കഴിഞ്ഞ് ഇൻ ഫയൽ ഡോട്ട് ഓപ്പൺ, ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ഡോട്ട് ഓപ്പൺ. ഇതുപോലെ തന്നെ ഫയൽ ക്ലോസ് ചെയ്യാൻ, ഓക്കെ, ക്ലോസ് മെത്തേഡ് യൂസ് ചെയ്യാം. ക്ലോസ് ചെയ്യാനായിട്ട് ഫയലിനെ ക്ലോസ് ചെയ്യാൻ ഫയലിന്റെ പേര് ഡോട്ട് ക്ലോസ് എന്ന് കൊടുത്താൽ മതി, ക്ലോസ് ചെയ്യാനുള്ള ഫംഗ്ഷൻ. പിന്നെ ഓപ്പൺ മെത്തേഡ്. പിന്നെ ഫയലിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള ഡിഫറെന്റ് മോഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഫയൽ മോഡ്സ് അത് ഇതിൽ എഴുതിയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടില്ലേ, പക്ഷെ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെന്റ് മോഡ്സ് എന്തിനുള്ളതാണ്, ഓഫ് ഓപ്പണിംഗ് എ ഫയൽ. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് മാർക്ക് എഴുതി വെച്ചു. ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പണിംഗ് എ ഫയൽ. ഫയലിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, കുറച്ച് കാര്യങ്ങൾ എളുപ്പമുള്ളത് പഠിച്ചു വെക്കാം. അതായത് ഒരു ഫയല്, ഇപ്പൊ ഞാനൊരു വേർഡ് ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ഓപ്പൺ ചെയ്യാനുള്ള ഡിഫറെന്റ് മോഡ്സ് ഏതൊക്കെയാണ്. അപ്പോൾ നമുക്ക് മോഡ്സ് എന്ന് പറയുമ്പോൾ
നമുക്ക് ഡിഫറെന്റ് ഇതൊക്കെയാണ് iOS എന്ന് പറഞ്ഞിട്ടാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീമിന്റെ മോഡുകളായിട്ടാണ്. എങ്ങനെയാണ് ഇതിനെ എഴുതുക? ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അതായത് iOS എന്ന് പറഞ്ഞ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം ഇതിന്റെ APP എന്ന് പറഞ്ഞ അപ്പൻഡ് മോഡാണ്. അപ്പൻഡ് ടു എൻഡ് ഓഫ് ഫയൽ. അതായത് അതോ ഇപ്പൊ ഞാനൊരു വേർഡ് ഡോക്യുമെന്റ് എനിക്ക് റീഡ് ഓൺലി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതിനെയാണ് ഈ മോഡ് എന്ന് പറയുന്നത്. iOS.in. iOS ഡോട്ട് അല്ല, 2 കോളൻ ഇടണം. ഇൻപുട്ട് റീഡ് ഓൺലി അല്ല, റൈറ്റ് ഓൺലി മോഡാണ് ഇട്ടത്. അതായത് ഓപ്പൺ ഫയൽ ഫോർ റീഡ് ഓൺലി. റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇൻപുട്ട് എന്ന് പറഞ്ഞ മോഡ്. ദെൻ iOS.out എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഫയൽ ഫോർ റൈറ്റ് ഓൺലി. റൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അതിൽ നിന്നൊന്നും റീഡ് ചെയ്യാൻ പറ്റില്ല, റൈറ്റ് ചെയ്യാൻ വേണ്ടി അതിലേക്ക് റൈറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ iOS അപ്പൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് അപ്പൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. അതായത് റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ളതിന്റെ ഒപ്പം കുറച്ചും കൂടി അപ്പൻഡ് ചെയ്ത് കൊടുക്കുക അതിന്. പിന്നെ ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി ഫയൽ ഓപ്പൺ ചെയ്യാനുള്ളതാണ്. പിന്നെ നോ ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഫെയിൽസ് ഇഫ് ദ ഫയൽ ഡസ് നോട്ട് എക്സിസ്റ്റ്. ആ ഫയൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഓപ്പൺ എന്ന് പറഞ്ഞ മെത്തേഡ് ഫെയിൽ ആവും. അടുത്തത് iOS നോ റീപ്ലേസ്. ഓപ്പൺ ഫയൽ ഇഫ് ദ ഫയൽ ഇസ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഫയലിനെ ഓപ്പൺ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. നോ റീപ്ലേസ്. പിന്നെ ട്രങ്ക് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ദ കണ്ടന്റ്സ് ഓഫ് ദ ഫയൽ ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. ഈ മോഡിൽ ഓപ്പൺ ചെയ്താൽ അതിലെ കണ്ടന്റ്സ് ഡിലീറ്റഡ് ആവും. അങ്ങനെ. അപ്പൊ ഈ മോഡ്സ് ഓഫ് ഓപ്പറേഷൻസും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പണിംഗ് എ ഫയൽ. മോഡ്സ് ആണ് അതിന് ചോദിക്കുക. ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പണിംഗ് എ ഫയൽ. പിന്നെ ഇതില് ഫയലിന്റെ ഈ ഒരു പ്രോഗ്രാം എന്താണ്, റൈറ്റ് എ പ്രോഗ്രാം ടു റൈറ്റ് നെയിംസ് ഓഫ്, ഇത് ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ. റൈറ്റ് എ പ്രോഗ്രാം ടു കോപ്പി ദ കണ്ടന്റ് ഓഫ് എ ഫയൽ ടു എ ന്യൂ ഫയൽ. ഒരു ഫയലിലെ കണ്ടന്റ് കോപ്പി ചെയ്ത് അടുത്ത ഫയലിലേക്ക് എഴുതാൻ. അത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഫയലിന്റെ നിങ്ങൾ ലാസ്റ്റ് നോക്കിയാൽ മതി. കാരണം ചെറിയൊരു പ്രോഗ്രാമാണ്. ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇൻ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് സമയം വേണ്ടി വരും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഉള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. വീഡിയോ എക്സ്പ്ലനേഷൻ ഉണ്ട്. ടു കോപ്പി ദ കണ്ടന്റ് ഓഫ് വൺ ഫയൽ. ഇവിടെ ചെയ്യുന്ന അത്രയ്ക്കേ ഉള്ളൂ. ഒരു ഫയൽ ലിസ്റ്റ് 1 എന്ന് പറഞ്ഞ ഫയലിൽ നിന്ന് കണ്ടന്റിനെ എടുത്തിട്ട് ആർക്ക് കൊടുക്കണം? ലിസ്റ്റ് 2 എന്ന് പറഞ്ഞ ഫയലിലേക്ക് കോപ്പി ചെയ്യണം. അപ്പൊ ഇവിടെ നിന്ന് റീഡ് ചെയ്യണം, ഇതിലേക്ക് റൈറ്റ് ചെയ്യണം, ലിസ്റ്റ് 2ലേക്ക് റൈറ്റ് ചെയ്യണം. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ റീഡ് ചെയ്യാന്ന് പറയുമ്പോൾ അതിന് ഇപ്പൊ F1 ഇഫ് സ്ട്രീം F1 എന്ന് കൊടുക്കുക. റീഡ് ചെയ്യേണ്ടത് F1. റീഡ് ചെയ്യേണ്ട ഏതിനാണോ അതിന് ഇഫ് സ്ട്രീമിൻ്റെതായിട്ട് കൊടുക്കുക. റൈറ്റ് ചെയ്യേണ്ട ഏതിലേക്കാണോ അതിന് ഓഫ് സ്ട്രീമിന്റെ സ്ട്രീം ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് കൊടുത്തു. ഓക്കെ. അത് കഴിഞ്ഞ് F1നെ ഡോട്ട് ഓപ്പൺ, അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുക ലിസ്റ്റ് 1.txt. ദെൻ F2 ഡോട്ട് ഓപ്പൺ ലിസ്റ്റ് 2.txt. രണ്ടാമത്തെ ഫയലിന് പേര് കൊടുത്തു ലിസ്റ്റ് 2. ആദ്യത്തേന് എന്ത് പേരാണ്? ലിസ്റ്റ് 1 എന്ന് പേര് കൊടുത്തു. ഇനി ആദ്യത്തെ ഫയലിൽ നിന്ന് രണ്ടാമത്തെ ഫയലിലേക്ക് കോപ്പി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഫയൽ ഫുള്ള് തീരണ വരെ, ആദ്യത്തെ ഫയൽ തീർന്നോന്ന് ചെക്ക് ചെയ്യാനാണ് വൈൽ F1.eof എൻഡ് ഓഫ് ഫയൽ ആയോ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യണവരെ F1ൽ നിന്ന് റീഡ് ചെയ്യുക. F1ൽ നിന്ന് ഈ ഓപ്പറേറ്റർ എന്താണ്? സി ഇൻപുട്ട് ചെയ്യാനുള്ള ഓപ്പറേറ്റർ ആണ്. അപ്പൊ F1ൽ നിന്ന് റീഡ് ചെയ്തിട്ട് F2ലേക്ക് ഇത് വെച്ചിട്ട് റൈറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഇതിൽ ചെയ്യുന്നത്. ഇത് പറ്റിയെന്ന് ബൈ ഹാർട്ടെങ്കിൽ പഠിച്ചു വെച്ചോ. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ ഫയൽ ക്ലോസ് ചെയ്യണം. F ക്ലോസ് എന്ന് കൊടുക്കും. ഓക്കെ. പിന്നെയും കുറെ പ്രോഗ്രാംസ് ഉണ്ട്, പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല അത്. പിന്നെ ഇതിലെ അഡ്വാൻറ്റേജസ് ഓഫ് ഒബ്ജക്റ്റ് ഇനി ഫീച്ചേഴ്സ് ഓഫ്, പിന്നെ ഇതിലെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഇതിലെ ക്ലാസ് കോൺസെപ്റ്റിലെ കുറച്ച് പഠിച്ചാൽ നല്ലതായിരിക്കും. തിയറിയാണിത്. ക്ലാസ് കോൺസെപ്റ്റിലെ വരുന്നത് ക്ലാസ് കോൺസെപ്റ്റ് ചെയ്ത് പാർട്ട് 2-ലാണോ? ക്ലാസ് ഒബ്ജക്ട്സ് എന്താണ്, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് തിയറി വായിച്ചു നോക്കി. ഇതിന്റെയും വീഡിയോസ് ഉണ്ട്. അത് വീഡിയോസ് കണ്ടു നോക്കി ഒന്ന് പഠിച്ചോളൂ. കാരണം ഇത് ഇവിടെ പറയുന്നത് നമുക്ക് ഒരുപാട് സമയം. ഒബ്ജക്ട്സ് പക്ഷെ എളുപ്പമുള്ള ടോപ്പിക്കാണ്. ഒബ്ജക്ട്സ് എന്താ നോക്കുക, ക്ലാസ്സസ് എന്താ, സിമ്പിൾ തിയറിയാണ്. ഒബ്ജക്ട്സ് ജനറൽ ഐഡിയ ഞാൻ പറഞ്ഞു. പിന്നെ അതുപോലെ ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഇതൊക്കെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ. ഒബ്ജക്ട് ഓറിയന്റഡിന്റെ ഫീച്ചേഴ്സ് ആണിത്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ, അതായത് ഡാറ്റയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റിന്റെ ഇപ്പൊ ഒരു അബ്സ്ട്രാക്ട് എടുക്കണമെങ്കിൽ നമുക്ക് എന്താണ്, ഒരു സെമിനാർ പ്രോജക്ട് റിപ്പോർട്ടിന്റെ അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും, പക്ഷെ ഒരു ഫുൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റില്ല. ഡീറ്റെയിൽസിനെ ഹൈഡ് ചെയ്യും. ഇപ്പൊ എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാലും ഫുൾ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്യുന്ന ഒരു സംഭവത്തിനെയാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ ജസ്റ്റ് വായിച്ചിട്ട് അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എടുക്കുക. പിന്നെ അതുപോലെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇൻഹെറിറ്റൻസ് ഇത് ജസ്റ്റ്
ഈ പോർഷൻസിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റിൽ നിന്ന് ചൈൽഡിനെ ഇടുന്നതിനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ പോളിമോർഫിസം, ഇതിനൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കി നോക്കാം. പിന്നെ ഇതില് ബെനിഫിറ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, അതിന്റെ കുറച്ച് ബെനിഫിറ്റ്സ്, പിന്നെ ക്ലാസ് എന്താണ്, അതുപോലെ ഒബ്ജക്ട്സ് എന്താണെന്നൊക്കെ ഉള്ളത്. പിന്നെ ഇതിൽ ഒരു ടോപ്പിക് കൂടി വരുന്നുണ്ട്, കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡിസ്ട്രക്ടേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. ഓക്കെ, കൺസ്ട്രക്ടേഴ്സും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രക്ടേഴ്സ്, പിന്നെ ഡിസ്ട്രക്ടേഴ്സ്, ഇത്രയ്ക്കും ടോപ്പിക്കും കൂടിയും ഇതിന് പഠിച്ചാൽ മതി. പിന്നെ ഇൻഹെറിറ്റൻസിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ്, ഇതിന്റെയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, അത് നിങ്ങൾ നോക്കിയിട്ട്. പ്രോഗ്രാമിംഗ് ഇതിന്റെ ആവശ്യമില്ല, ഇതിന്റെ തിയറിയാണ് ആവശ്യം. ക്ലാസ് കോൺസെപ്റ്റിന്റെ തിയറി എല്ലാവരും നോക്കിയിട്ട് പഠിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് കൊടുക്കാം. നമുക്കിപ്പോൾ ലീവ് ചെയ്യാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, എല്ലാവരും നന്നായിട്ട് പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഇനി ആഫ്റ്റർനൂണുള്ള സമയം പഠിക്കും. നിങ്ങൾക്ക് എക്സാം നാളെ ആഫ്റ്റർനൂൺ ആണോ? ആഫ്റ്റർനൂൺ അല്ലേ? ഹലോ, ഓക്കെ. അപ്പോൾ ആഫ്റ്റർനൂൺ, അപ്പോൾ കുറച്ചുകൂടി സമയമുണ്ട് റിവൈസ് ചെയ്യാനൊക്കെ. പിന്നെയുള്ള സമയം നിങ്ങൾ മാക്സിമം റിവൈസ് ചെയ്യുക. അപ്പോൾ 4th മൊഡ്യൂളിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ സ്ട്രക്ചറിന്റെ ഒരു ആ പ്രോഗ്രാം എഴുതുന്ന ഒരു അപ്രോച്ച് കാര്യങ്ങളൊക്കെ അറിയണം, അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കുക. പിന്നെ ക്ലാസ് കോൺസെപ്റ്റ് ഞാനിപ്പോൾ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, അത് ക്ലാസ്സിന്റെ പക്ക തിയറിയാണ്. അത് അതിൽ നിന്ന് പ്രോഗ്രാംസ് ചോദിക്കില്ല എന്ന് സിലബസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് കോൺസെപ്റ്റിൽ നിന്ന് ക്ലാസ്, ഒബ്ജക്റ്റ്, ഇൻഹെറിറ്റൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതിൻ്റെയൊക്കെ തിയറി പഠിക്കാം. മെയിൻ പോയിന്റ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്കിപ്പോൾ ലീവ് ചെയ്യാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് ഇനിയുള്ള സമയം കൂടി നന്നായിട്ട് ഇത് പഠിക്കാം.